ഗൈസ് അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് ഇന്ന്. അപ്പൊ ഗൈസ്, അപ്പൊ അത് ആൻലിയറിന്റെ മൈക്ക് ഉദ്ഘാടനമാണ്. മൈക്ക് എങ്ങനെ ഉണ്ടെന്ന് ആദ്യമേ എല്ലാവരും കമന്റ് പറയാ. അപ്പൊ അൻവീസ് ഫാഷൻ അങ്ങനെ നമ്മൾ ചെറിയൊരു സ്പേസിൽ നിന്ന് ഏകദേശം 600 ഒരു 500 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമ്മൾ ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട്. എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ഇത് നമ്മളൊരു മാമന്റെ കമ്പനി ആയിരുന്നു. മാമൻ മരിച്ചുപോയി. അപ്പൊ മാമന്റെ അഭാവത്തിൽ ആ ഒരു കമ്പനി മാമൻ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 10-60ഓളം സ്റ്റാഫ്, 60ആണെന്ന് തോന്നുന്നു, 60ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു. ഇവിടെ മാത്രമല്ല, താഴെ ഉണ്ടായിരുന്നു. ഇപ്പൊ താഴത്തെ സ്പേസ് ഇല്ല, ഈ സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏകദേശം ഒരു 10-40 പേർക്ക് ജോലി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ബാക്കിയൊക്കെ ചിന്നുവിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. ഞാൻ മാത്രല്ല, വേറൊരു ചേട്ടനും കൂടെ രതീഷ് ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഒന്ന് വലിയൊരു കമ്പനിയാണ്. കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം മാത്രമാണ് അൻവീസ് ഫാഷൻ എന്നുള്ളത്. അപ്പൊ ബാക്കി ചിന്നു പറയും. കമ്പനി ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിലിനെ കുറിച്ചുള്ളത് ചിന്നു പറയും. എനിക്ക് കുറച്ച് വർക്കുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പോവാം. അതായത് ഞാൻ മാത്രല്ല, വേറൊരു ചേട്ടനായിട്ട് എന്നോട് ഫ്രണ്ട്, ആ ചേട്ടനായിട്ടാണ് തുടങ്ങിയ. ആ ചേട്ടന് ഒരുപാട് ഇതേപോലെ ഇതിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്താ പറയാ, ഷോപ്പിലോട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അതും കൂടി ഞാനും ആ ചേട്ടനും കൂടിയാണ് കണക്ട് ചെയ്തും കണ്ടാണ് നമ്മളിങ്ങനെ ഒരു ബിൽഡിംഗ് എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചത്. ഇപ്പം എന്റെ മിഷനും എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിന്റെ മിഷനും മാത്രമേ ഇട്ടിട്ടുള്ളൂ. മറ്റേ മിഷനൊക്കെ കൊണ്ടുവരണം. അപ്പൊ ചേട്ടന് 1-2 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വന്നിട്ട് നമ്മള് അതായത് അടുത്ത മാസം ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ ഒരു ഇത്. മറ്റേ
ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ ഒരു ഓഫീസ് റൂമാണ്. അനുവേട്ടൻ്റെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളെല്ലാം ഓഫീസ് റൂമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു room. പിന്നെ ഇതിനകത്തോട്ടാണ് നമ്മളെ എന്താ പറയാ സ്റ്റിച്ചിങ്ങിൻ്റെ. ഇപ്പൊ ഇവിടെ നമ്മൾ എൻ്റെ മെഷീനും ചേച്ചിൻ്റെ മെഷീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ ബാക്കിയുള്ള മെഷീൻസും കാര്യങ്ങളെല്ലാം വരും. അടുത്ത മാസം പകുതി അല്ലെ ഫസ്റ്റ് തന്നെ നമ്മൾ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തെടുക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. ടാറ്റാ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അല്ലേടെ ചാനലിൽ കാണാം. ടാറ്റാ.